പക്ഷേ എനിക്കിതിൽ വേറൊരു പ്രശ്നം കൂടെ പറയാനുണ്ട്. എനിക്ക് ഗൗരവമേറിയൊരു വിഷയം എനിക്ക് പരാമർശിക്കണമെന്ന് തുടക്കം തൊട്ടേ ഞാനിത് ആലോചിച്ചപ്പോഴേ പറയാൻ തരുന്നതാണ്. വളരെ ചെറിയ കാര്യമാണ്, വലിയ കാര്യമൊന്നുമില്ല. 13 ദിവസത്തോളം മാത്രം അധികാരത്തിലിരുന്ന വാജ്പേയി മന്ത്രിസഭയുടെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം പാർലമെൻറ്റിൽ മറുപടി പ്രസംഗം നടത്തി, ചർച്ചയുടെ മേൽ മറുപടി പ്രസംഗം നടത്തി. ആ മറുപടി പ്രസംഗത്തിൻ്റെ അവസാനത്തെ വരിയാണ് ഏറ്റവും നിർണായകമായത്. ഞാൻ രാഷ്ട്രപതി ഭവനിലേക്ക് എൻ്റെ രാജി സമർപ്പിക്കാൻ പോവുകയാണെന്ന് പാർലമെൻറ്റിലാണ് പറഞ്ഞത്. ഈ മാതൃക ധർമ്മേന്ദ്ര പ്രധാൻ അനുവർത്തിക്കേണ്ടതായിരുന്നു. നാളെ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുതിയൊരു ബില്ല് കൂടി വരാനിരിക്കുന്നുണ്ട്. 10 കോടി രൂപ വരെ ഫൈൻ ചെയ്യാവുന്ന ഒരു ബില്ല് കൂടി വരാനിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ബില്ലിൻ്റെ ചർച്ചാവേളയിൽ പങ്കെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം, ഞാൻ ഈ കാര്യം ചെയ്തിരിക്കുന്നു, ഇനി ഞാൻ ഇറങ്ങിപ്പോകുന്നു, ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനൊരു കുറെ കൂടി ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനെ വ്യക്തിപരമായി എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ ഞാനിത് പറയുകയും ചെയ്തു തരുന്നു, ധർമ്മേന്ദ്ര പ്രധാനോടെ പറയുമായിരുന്നു. വിനോദ്, ഈ 12 വർഷമായിട്ട് അല്ലെങ്കിൽ അതിനു മുൻപ് ഈ രാഹുലിനെതിരെ ഐസൻ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ്, നേരത്തെ ഐസൻ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ് ഈ ആശയദാരിദ്ര്യം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്നു എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിലേക്കാണ് ഇപ്പോൾ ഈ രാഹുൽ ഈ സമരത്തിന്റെ വലിയ ഇത് ഞങ്ങൾ നേടിയ വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ രാഹുലിന് എന്താണ് യഥാർത്ഥത്തിൽ ഇതൊരു റോളുള്ളത്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സമരം വിജയിപ്പിച്ച ചരിത്രമുണ്ടോ? യാതൊന്നുമില്ല. അപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഒന്ന് ആലോചിക്കേണ്ടതല്ലേ, CPM ആലോചിക്കേണ്ടതല്ലേ? എന്തിനാണ് ഇത്ര പരാജയപ്പെട്ട ഒരാളെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇങ്ങനെ ഇരുത്തുന്നത്? പക്ഷേ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടിയുണ്ട്. അന്ന് കുറേ കാലം കാണാതായില്ലേ രാഹുൽ ഗാന്ധി 2015-ലൊക്കെ കുറേ ദിവസങ്ങൾ കാണാതായി. വീണ്ടും വന്ന് രാംലീല മൈതാനയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായി. അതിനെ അതിരൂക്ഷമായ വിമർശനമാണ് പല രാഷ്ട്രീയ പാർട്ടികളും നടത്തിയത്. BJP നടത്തിയ വിമർശനം വീണ്ടും വീണ്ടും ലോഞ്ച് ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയെ. ലോഞ്ചിങ് ആയിരുന്നു. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് തന്ത്രങ്ങൾ മെനയാനാണ്. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും ഗോസിപ്പുകൾക്കോ ഒന്നും അല്ല. അതെ രഞ്ജിത്ത്, ഇവിടെ ഈ പാർട്ടി നടത്തിയ സമരത്തിന്റെ ചിറകിലേറി പറക്കാനാണ് രാഹുലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിച്ചത് എന്നുള്ളതാണ്. അവർക്ക് ആകാശത്തോളം ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സമര പരിപാടി അവർക്ക് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘടിപ്പിച്ച് എത്തിയ ഒരു യൂത്തിൻ്റെ മുമ്പിലേക്ക് ഈ നേതാക്കൾ ഓരോരുത്തരായി വന്ന് ഇതൊക്കെ ഞങ്ങളുടെ ആശയപരമായി വന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിരാഹാരം കിടന്ന ഈ സോനം വാങ്ചൂക്കിയെ ഇവരിപ്പോൾ തള്ളിപ്പറയുകയാണ്. സോനം വാങ്ചൂക്കി ഈ സമരത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഈ സമരം ഈ ഒരു പരുവത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം നിരാഹാരം കടന്നു. ആ സമരം പിന്നീട് മറ്റു ചിലർ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ സോനം വാങ്ചൂക്കി ഈ സമരത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിലില്ല. ഇപ്പൊ ഈ സമരം വിജയിപ്പിച്ച രംഗത്ത് വന്നവരൊക്കെ സോനം വാങ്ചൂക്കിയോട് എതിരാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, എനിക്കത് ഏറെ വേദനയുണ്ടാക്കുന്നു. 21 ദിവസം ഡൽഹിയിൽ നിരാഹാരം കിടന്നതിന്റെ അതുമാത്രം മതിയാകുമല്ലോ ഞാൻ നടത്തിയ സഹന സമരത്തെ. ആ സമയത്ത് അദ്ദേഹം ഈ സോനം വാങ്ചുക്ക് നിരാഹാര സമരം കിടക്കുമ്പോൾ ഈ അഭിജിത്ത് ദീപ്കെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റുമിരുന്ന് പിസ്സയും ബർഗറും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യം കൂടി. നിരാഹാരം വാങ്ചൂക്കിയെ ഇവർ തള്ളി പറയുകയാണ്. അതാണ് ഈ സമരത്തിന്റെ മറ്റൊരു മുഖം. അത് അണ്ണാ ഹസേരയിലൂടെ വന്ന ആളല്ലേ നമ്മുടെ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും അണ്ണാ ഹസാരയുടെ ആ സമരത്തിൽ. അതിനുശേഷം ആ അണ്ണാ ഹസാരെ തന്നെ അരവിന്ദ് കെജ്രിവാൾ വെറും അഴിമതിക്കാരനാണെന്ന് പറഞ്ഞില്ലേ? ഈ അണ്ണാ ഹസാരയെ തള്ളി പറഞ്ഞില്ലേ അരവിന്ദ് കെജ്രിവാൾ? സ്വാഭാവികമായും അതിന് നേതൃത്വമില്ലാതെ വരുന്ന തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സമരം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു, വലിയൊരു കലാപത്തിലേക്ക് വരുന്നു. ഡൽഹിയിലെ മാത്രമല്ല നിരവധി ജീവനുകൾ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ. കാരണം ഇനി ഇതെങ്ങനെയും അക്രമാസക്തമാക്കുക എന്നൊരു നീക്കത്തിലേക്ക് വരികയാണ്. ഞാൻ പറയുന്നത് ഈ ഐസൻ പറഞ്ഞ നേതൃത്വമില്ല. അവിടെ ഇങ്ങനെ ചെയ്യരുത്, ഈ ഒരു അതിരി വരെ മാത്രമേ ഉള്ളൂ, ഇതാണ് ബോർഡർ, ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോകരുത് എന്ന് പറയാൻ ഒരാളില്ല. അപ്പോൾ എന്തും ചെയ്യാം. ഇന്നിപ്പോ ഒരു പിസ്സ ഡെലിവറി ബോയിയെ ആക്രമിച്ചു, നാളെ ഇനി